കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും ലഹരി മരുന്നുമായി വമ്പന്മാർ പിടിയിലായ കേസിൽ അന്വേഷണം ക്രൂയിസ് പാർട്ടിയിലേക്ക് നീങ്ങുകയാണ്. കേസിലെ മുഖ്യപ്രതി തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശി ഷാജി ഫെർണാണ്ടോ എന്ന ഷോൺ കഴിഞ്ഞ വെള്ളിയാഴ്ച ആഡംബര നൗകയിൽ DJ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. വിദേശത്ത് നിന്ന് എത്തിച്ച ലഹരി മരുന്നെന്ന് വ്യക്തമായതോടെ അന്വേഷണം കസ്റ്റംസും ഏറ്റെടുത്തിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി തിരുവനന്തപുരം ശംഖുമുഖ സ്വദേശി ഷാജി ഫെർണാണ്ടോ എന്ന ഷോൺ കസ്റ്റംസിന്റെയും പോലീസിന്റെയും നോട്ടപ്പുള്ളിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആഡംബര നൗകയായ നെഫ്രിറ്റിറ്റിയിൽ ഷോൺ DJ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. ഈ DJ പാർട്ടിയിൽ 250ഓളം പേരാണ് പങ്കെടുത്തത്. ആഡംബര നൗകയിലെ പാർട്ടിയിൽ വിതരണം ചെയ്യാൻ എത്തിച്ച മുന്തിയനം ലഹരിമരുന്നിന്റെ ബാക്കിയാകാം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇവരുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയ കൊക്കൈൻ, മെത്താഫെറ്റമിൻ, എക്സ്റ്റസി പിൽ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ വിദേശത്തു നിന്നും എത്തിച്ചതാണെന്ന് വ്യക്തമായി. ഇതോടെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1 വർഷം മുൻപ് ഷോൺ നെഫ്രിറ്റിറ്റിയിൽ പാർട്ടി സംഘടിപ്പിച്ചപ്പോൾ കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. അന്ന് തലനാരിഴയ്ക്കാണ് ഇയാൾ രക്ഷപ്പെട്ട് കളഞ്ഞത്. കേസിൽ പിടിയിലായ മറ്റു പ്രതികളായ അഭിഭാഷകൻ രോഹിത് നായർ, ദന്ത ഡോക്ടർ ബെൻസി റാവുത്തർ, ന്യൂട്രീഷൻ അക്ബർ ഷാ, റെസ്റ്റോറന്റ് ഉടമ ഓസ്റ്റിൻ ജോസ് എന്നിവരുടെ ഇടപെടലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അക്കാണുന്ന ആഡംബര നൗകയായ നെഫ്രിറ്റിറ്റിയിൽ കഴിഞ്ഞ ദിവസം നടന്ന DJ പാർട്ടിയിൽ വ്യാപകമായി ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇന്നലെ പിടിയിലായ മുഖ്യപ്രതി ഷോൺ കൊച്ചിയിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരി എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് പുറമെ കസ്റ്റംസും ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.